പാലക്കാട് നിപ്പ സ്ഥിരീകരിച്ച 38-കാരിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 2 കുട്ടികൾക്ക് കൂടി പനി. ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. യുവതിയുടെ ബന്ധുവായ 10 വയസ്സുള്ള കുട്ടിയെ ഇന്നലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. 3 കുട്ടികളുടെയും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട്. വിഷ്ണു, ഈ കുട്ടികൾക്ക് കൂടി ഇപ്പോൾ പനിയായിരിക്കുകയാണ്. യുവതിയുടെ ബന്ധുവായ 10 വയസ്സുള്ള കുട്ടിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. എന്താണ് ഏറ്റവും പുതിയ വിവരം? നിലവിൽ 3 കുട്ടികൾക്കാണ് ഇത്തരത്തിൽ പനി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ സമ്പർക്ക പട്ടികയിലുള്ള അടുത്ത ബന്ധുക്കളായിട്ടുള്ള 3 കുട്ടികൾക്കാണ് പനി ഉള്ളത്. ആ കുട്ടികളെ എല്ലാം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇവരുടെ സാമ്പിളുകൾ ശേഖരിച്ച് നിപ്പ ആണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള നിപ്പയുടെ പരിശോധനയ്ക്കടക്കം സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനാ ഫലത്തിൽ അത് നെഗറ്റീവ് ആണ് എന്നുള്ളൊരു വിവരമാണ് നമുക്കിപ്പോൾ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ കിട്ടുന്നത്. അതിനാൽ തന്നെ ഇത് പൂനെയിലോട്ട് അയക്കേണ്ടതില്ല എന്നൊരു സൂചനയും അവർ നൽകുന്നുണ്ട്. മൊത്തം 5 പേരുടെ സാമ്പിളാണ് ശേഖരിച്ചത്. ഈ പനി ബാധിച്ച 3 കുട്ടികളും അതുപോലെ തന്നെ മറ്റ് 2 കുട്ടികളുടെയും സാമ്പിൾ ശേഖരിച്ചത്. ഇവരുടെ എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവ് ആണ് എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും ഈ അടുത്ത സമ്പർക്ക പട്ടികയിലുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്നലെ പുറത്തുവിട്ട കണക്ക് പ്രകാരം 110 പേരാണ് ഈ യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇവരുടെ എല്ലാം നിരീക്ഷിച്ചു വരികയാണ്. അതിൽ ഒരു ആരോഗ്യ പ്രവർത്തകരുണ്ട്. അതിൽ തന്നെ ഒരാൾ ഇപ്പോൾ ഐസൊലേഷൻ വാർഡിലാണ് ഉള്ളത്. മറ്റു കാര്യമായ കുഴപ്പങ്ങൾ ഇല്ല, അല്ലെങ്കിൽ അതിനെ കൃത്യമായി നിരീക്ഷിച്ചു വരുന്ന എന്നൊരു വിവരമാണ് പഞ്ചായത്തും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നിലവിൽ ഈ യുവതി ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഇവർ ഇന്നലെ രാത്രിയോടുകൂടി ഇവരുടെ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നതിനാൽ തന്നെ ഈ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇനിയിപ്പോ റിപ്പോർട്ട് ചെയ്ത വാർഡിൽ ഇപ്പോൾ ഈ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെയും നിപ്പ തടയാൻ വേണ്ട അല്ലെങ്കിൽ അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും എല്ലാം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സജ്ജീകരണമാണ് ജില്ലാ ഭരണകൂടം നടത്തുന്നത്. പഞ്ചായത്തും അധികൃതരും ആരോഗ്യവകുപ്പും എല്ലാം സംയുക്തമായിട്ടുള്ള ഒരു നടപടിയാണ് അവിടെ. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ഒക്കെ തന്നെ സംയുക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒരു വാർഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 38-കാരുടെ സമ്പർക്ക പട്ടികയിലുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ ഈ ഒരു പനി ബാധിച്ചിട്ടുള്ളത്. യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരെയും നിരീക്ഷിച്ച് വരികയുമാണ്. യുവതി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത്. വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.